ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഒന്നൊന്നര കഥയാണ്. പണ്ട് പണ്ട് സുന്ദരമായ ഒരു കാടുണ്ടായിരുന്നു. ആ കാട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അവിടെ ആർക്കും സമാധാനമുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സിംഹമോ പുലിയോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഒരു മുയലപ്പൻ. അവൻ വെറുമൊരു മുയലായിരുന്നില്ല, കാറ്റ് ചുഴലി പോലെ ഓടുന്ന വീരനായിരുന്നു. അവൻ കാട്ടിലെ മാനിനെ തോൽപ്പിച്ചു, ചീറ്റപ്പുലിയെ തോൽപ്പിച്ചു, കുതിരയെ തോൽപ്പിച്ചു. ആരെയും തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവനു ഭയങ്കര അഹങ്കാരമായിരുന്നു. ഒരു ദിവസം അവൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി വെല്ലുവിളിച്ചു. ഈ കാട്ടിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ലേ? നിങ്ങളൊക്കെ വെറും കോഴികളാണ്. ഏത് കൊമ്പത്തെ രാജാവായാലും, ആ കാട്ടിലെ സിംഹരാജാവായാൽ പോലും എന്റെ വേഗതയ്ക്ക് മുന്നിൽ ഒന്നുമില്ല. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ, നമുക്കൊരു അംഗം കുറിക്കാം. എല്ലായിടത്തും നിശബ്ദത, ആരും അനങ്ങുന്നില്ല. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ കൈ മെല്ലെ പൊങ്ങി വന്നു. ഞാൻ തയ്യാറാണ്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് നമ്മുടെ ആമച്ചേട്ടനായിരുന്നു. ഇത് കണ്ടതും മുയൽ പൊട്ടിച്ചിരിച്ചു. നീയോ? തമാശ പറയല്ലേ ആമച്ചേട്ടാ, നീ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴേക്കും നേരം വെളുക്കുമല്ലോ. ആമച്ചേട്ടൻ കൂളായിട്ട് മറുപടി പറഞ്ഞു. കളിയാക്കണ്ട മുയലേ, നമുക്ക് നോക്കാം ജയിക്കുന്നത് ആരാണെന്ന്. അങ്ങനെ ആ വെല്ലുവിളി മുയൽ ഏറ്റെടുത്തു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മത്സരം കാണാൻ തൊട്ടടുത്ത കാട്ടിൽ നിന്നും, മലമുകളിൽ നിന്നും, ദൂരദേശങ്ങളിൽ നിന്നും മൃഗങ്ങൾ ഒഴുകിയെത്തി. അതൊരു വലിയ ഉത്സവമായി മാറി. മത്സര ദിവസം എത്തി. ഒരു വശത്ത് അഹങ്കാരിയായ മുയൽ, മറുവശത്ത് ശാന്തനായ ആമ. കാട്ടിലെ കുരങ്ങൻ ചേട്ടൻ വിസിലൂതി. 1 2 3 സ്റ്റാർട്ട്. കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ മുയൽ കുതിച്ചു പാഞ്ഞു. പൊടി പോലും കാണാനില്ല. പക്ഷേ ആമച്ചേട്ടൻ ഒട്ടും ധൃതി കാണിച്ചില്ല. വലതുകാൽ മുന്നോട്ട്, പിന്നെ ഇടതുകാൽ മുന്നോട്ട്, അങ്ങനെ പതുക്കെ യാത്ര തുടങ്ങി. പാതി വഴി എത്തിയപ്പോൾ മുയൽ തിരിഞ്ഞു നോക്കി. ആമയെ എങ്ങും കാണാനില്ല. അവൻ ആമയോട് വല്ലാത്ത പുച്ഛം തോന്നി. ആ ഇഴഞ്ഞു വരുന്ന ആമ ഇവിടെ എത്തുമ്പോഴേക്കും സന്ധ്യയാകും. അവൻ നടന്നെത്തുമ്പോഴേക്കൊന്ന് ഉറങ്ങി എണീക്കാം എന്ന് വിചാരിച്ച് മുയൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ കണ്ണടച്ചു കിടന്നു. അങ്ങനെ മുയൽ നല്ല ഉറക്കമായി. പക്ഷേ സമയം കടന്നുപോയി. പെട്ടെന്നൊരു നിഴൽ മുയലിന്റെ മുഖത്തേക്ക് വീണു. അതാരായിരുന്നോന്നറിയാമോ? വിശ്രമമില്ലാതെ നടന്നു വന്ന നമ്മുടെ ആമച്ചേട്ടൻ. മുയൽ ഉറങ്ങുന്നത് കണ്ടിട്ടും ആമ നിന്നില്ല. വിജയതീരത്തേക്ക് നടന്നു നീങ്ങി. അങ്ങനെ സമയം കടന്നുപോയി. പെട്ടെന്ന് ഒരില അനങ്ങിയ ശബ്ദം കേട്ട് മുയൽ ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ അയ്യോ, ആമച്ചേട്ടൻ ഫിനിഷിംഗ് ലൈനിന്റെ തൊട്ടടുത്ത്. മുയൽ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ജീവൻ കയ്യിൽ പിടിച്ച് അവൻ ഓടി. കാറ്റായി, കൊടും കാറ്റായി അവൻ പാഞ്ഞു. ഇല്ല, ഞാൻ തോൽക്കില്ല. പക്ഷേ മുയൽ ഓടിയെത്തും മുൻപേ ആമച്ചേട്ടൻ ആ ലൈൻ ക്രോസ് ചെയ്തു കഴിഞ്ഞിരുന്നു. കാട് മുഴുവൻ ആർത്തു വിളിച്ചു, ആമച്ചേട്ടൻ വിജയിച്ചു, ആമച്ചേട്ടൻ വിജയിച്ചു എന്ന ആരവം ആ കാട്ടിൽ മുഴങ്ങി. മൃഗങ്ങളെല്ലാം ഓടി വന്ന് ആമച്ചേട്ടനെ തോളിലേറ്റി ആഘോഷിച്ചു. ഇതെല്ലാം കണ്ട് ഒരൽപ്പം മാറി നമ്മുടെ മുയൽ തകർന്നു നിൽക്കുകയായിരുന്നു. അതുവരെ തലയുയർത്തി നെഞ്ചു വിരിച്ചു നിന്ന മുയൽ ആ നിമിഷം അപമാനം കൊണ്ട് ആകെ ചുരുങ്ങിപ്പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. എനിക്ക് തെറ്റുപറ്റി. വെറും വേഗതയുണ്ടായിട്ട് കാര്യമില്ല. അഹങ്കാരം പാടില്ലായിരുന്നു, അവൻ സ്വയം പറഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ മുയൽ മെല്ലെ ആമയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും നിശബ്ദരായി. മുയൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആമച്ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അഹങ്കരിച്ചു പോയി. വേഗതയിലല്ല, ചെയ്യുന്ന കാര്യത്തിലുള്ള ശ്രദ്ധയും കഠിനാധ്വാനവുമാണ് വലുതെന്ന് ഇന്ന് ഞാൻ പഠിച്ചു. ഇതു കേട്ടതും ആമച്ചേട്ടൻ സ്നേഹത്തോടെ മുയലിനെ ചേർത്തു നിർത്തി. അങ്ങനെ അഹങ്കാരിയായ മുയൽ ആ കാട്ടിലെ ഏറ്റവും നല്ല കുട്ടിയായി മാറി. കണ്ടില്ലേ കൂട്ടുകാരെ, കഴിവുണ്ടായിട്ട് കാര്യമില്ല, അഹങ്കരിക്കാതിരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അഹങ്കാരം നമ്മളെ താഴെ വീഴ്ത്തും, വിനയം നമ്മളെ വിജയിപ്പിക്കും. ഇതുപോലത്തെ കിടിലൻ കഥകൾ ഇനിയും കേൾക്കണ്ടേ? എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടാറ്റാ.